ആദ്യ കൊക്കൈൻ കേസിൽ പ്രതിയാണ് നടൻ ഷൈൻ ടോം ചാക്കോ. ആ കേസിൽ കോടതി വെറുതെ വിട്ടെങ്കിലും ലഹരി ഉപയോഗം സംബന്ധിച്ച വിവാദങ്ങൾ നടനെ വിട്ടൊഴിയുന്നില്ല. കൊക്കൈൻ കേസിൽ ഷൈൻ അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ് പ്രോസിക്യൂഷൻ. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ലഹരി പരിശോധനയ്ക്കെത്തിയ ഡാൻസ് അപ്പ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെട്ട സംഭവത്തിൽ നടനെ ചോദ്യം ചെയ്യാൻ പോലീസും ഒരുങ്ങുന്നു. നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ സിനിമാ സംഘടനകൾക്കും കടുത്ത നടപടിക്ക് തയ്യാറെടുക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് കുരുക്ക് മുറുകുകയാണെന്ന് വ്യക്തം. ഈ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം കടക്കുന്നത്. സ്വാഗതം. ലഹരി പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ പോലീസ്. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീട്ടിൽ നോട്ടീസ് നൽകി കഴിഞ്ഞു പോലീസ്. പരിശോധനയ്ക്കിടെ എന്തിനോടിപ്പോയെന്ന് താരം വിശദീകരിക്കണമെന്ന് നോട്ടീസിൽ പറയുന്നുമുണ്ട്. ഷൈൻ വൈകിട്ട് 3 മണിക്ക് ഹാജരാകുമെന്ന് പിതാവ് ചാക്കോ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ പകൽ ഹോട്ടൽ മുറിയിലെത്തിയ 2 യുവതികളോട് പോലീസ് വിവരങ്ങൾ തേടിയിട്ടുമുണ്ട്. ഇതിൽ ഒരു യുവതിയുമായി ഷൈൻ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിലും ഇവർക്ക് ലഹരി കച്ചവടവുമായി ബന്ധമില്ലെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അതേസമയം നടനെതിരായ നടി വിൻസി അലോഷ്യസിന്റെ ആരോപണത്തിൽ പരാതി ലഭിച്ചാൽ മാത്രമേ നടപടിയെടുക്കാനാകൂവെന്നാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. ലഹരി പരിശോധനയ്ക്കിടെ കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. രാവിലെ 10 മണിക്ക് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. സെൻട്രൽ ACPയുടെ നേതൃത്വത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ. ഡാൻസ് ഓഫ് സംഘം എത്തിയപ്പോൾ 3-ാം നിലയിൽ നിന്ന് അപകടകരമായ രീതിയിൽ പുറത്തു ചാടി താഴെ ഇറങ്ങി ഓടിയത് എന്തിന്? ഇക്കാര്യത്തിലാണ് പ്രധാനമായും പോലീസ് വിശദീകരണം തേടുക. കേസിൽ പ്രതിയല്ലാത്തതിനാൽ ഷൈനിന്റെ പുറകെ പോയി ചോദ്യം ചെയ്യേണ്ടതില്ലെന്നും നോട്ടീസ് നൽകി ഹാജരാകാൻ ആവശ്യപ്പെടുകയാണ് വേണ്ടതെന്നുമുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ തീരുമാനം. അന്വേഷണ സംഘത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ട നടൻ കൊച്ചിയിലെ തന്നെ മറ്റൊരു ഹോട്ടലിൽ തങ്ങിയതായും പുലർച്ചെയോടെ തമിഴ്നാട്ടിലേക്ക് കടന്നതായും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഷൈന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ തമിഴ്നാട്ടിലാണ്. ഷൈൻ ടോം ചാക്കോന് മെൽജോസറുമായിട്ട് ആലോചിച്ചാൽ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. തുടർ നടപടികൾ കേസൊന്നുമില്ല. അപ്പോൾ അത് കേസൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി വിളിപ്പിക്കണമെങ്കിൽ മെൽജോസറുമായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. കേസില്ല, ഫെയർ ഇല്ലല്ലോ. ഇല്ല ഒന്നുമില്ല. ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയ നടനെ ബൈക്കിൽ മറ്റൊരു ഹോട്ടലിൽ എത്തിച്ചയാളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. എറണാകുളം നോർത്തിലെ ഹോട്ടലിൽ നിന്ന് കടന്നു കളഞ്ഞ ഷൈൻ ബോൾഗാട്ടിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുറിയെടുത്തതായി പോലീസിന് വ്യക്തമായിരുന്നു. ബൈക്കിൽ ഇവിടെ എത്തിയ ഷൈൻ പുലർച്ചെയോടെ തൃശൂർ ഭാഗത്തേക്ക് പോയി. പുലർച്ചെ 3:30 ഓൺലൈൻ ടാക്സിയിലാണ് താരം ബോൾഗാട്ടിയിലെ ഹോട്ടൽ പരിസരം വിട്ടത്. ഒളിവിലിരുന്നും സമൂഹ മാധ്യമത്തിലൂടെ നടൻ പരിഹാസ പോസ്റ്റുകൾ തുടരുന്നുണ്ട്. അതേസമയം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ആരോപണത്തിൽ നടി വിൻസി അലോഷ്യസിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള നീക്കം എക്സൈസ് താൽക്കാലികമായി ഉപേക്ഷിച്ചു. വിൻസി പരാതി നൽകാത്ത സാഹചര്യത്തിലാണിത്. വിൻസിയോട് കാര്യങ്ങൾ അന്വേഷിച്ചെങ്കിലും അനുകൂലമായ മറുപടി ലഭിച്ചില്ല. ലഹരി ഉപയോഗം സംബന്ധിച്ച് വിവരം ലഭിച്ചാൽ കൃത്യമായ പരിശോധന നടത്തുമെന്നാണ് മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം. സിനിമാ സെറ്റുകളിലും പരിശോധന ഊർജിതമാണെന്നും മന്ത്രി വ്യക്തമാക്കി. എവിടെയാണെങ്കിലും അതാ ഞാൻ പറഞ്ഞത്, അതിന് പ്രത്യേക പരിഗണനയില്ല. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്ന് ക്രെഡിബിളായിട്ട് വിവരം കിട്ടിയാൽ ആ വിവരം അയ്യോ സിനിമാ സെറ്റല്ലേ, സിനിമാ സെറ്റിന് പ്രത്യേകിച്ച് പവിത്രതയൊന്നുമില്ലല്ലോ, അവിടെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള വിവരം കിട്ടി അവിടെയും പരിശോധിക്കേണ്ടി വരും. പക്ഷേ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ന്യൂസ് 18 കൊച്ചി. കൊക്കൈൻ കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടത് അടുത്തിടെയാണ്. കേസിൽ പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ വിധിന്യായത്തിൽ എടുത്തു പറഞ്ഞിരുന്നു. പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ് പ്രോസിക്യൂഷൻ. വിധി വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ആദ്യ കൊക്കൈൻ കേസായിരുന്നു 2015 ജനുവരിയിൽ നടന്നത്.
ഷൈൻ ടോം ചാക്കോയ്ക്ക് പുറമെ 4 വനിതാ മോഡലുകളും അന്ന് അറസ്റ്റിലായിരുന്നു. ജനുവരി 31 കലൂർ കടവന്ത്ര റോഡിലെ ഫ്ളാറ്റിൽ നിന്ന് കൊക്കൈനുമായി അന്ന് പിടിയിലായവർ ചില്ലറക്കാരായിരുന്നില്ല. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അർദ്ധരാത്രി നടത്തിയ റെയ്ഡിൽ പിടിയിലായത് നടൻ ഷൈൻ ടോം ചാക്കോയും മോഡലുകളായ രേഷ്മ രംഗസ്വാമി, ബ്ലസി സിൽവർസ്റ്റർ, ടിൻസ് ബാബു, സ്നേഹ ബാബു എന്നിവരും. 8 ഗ്രാം കൊക്കൈൻ ഇവരിൽ നിന്നും പിടിച്ചെടുത്തു എന്നായിരുന്നു കേസ്. ഇവർക്ക് കൊക്കൈൻ വിതരണം ചെയ്ത നൈജീരിയൻ സ്വദേശി, ചെന്നൈ സ്വദേശികളായ 2 പേർ തുടങ്ങിയവരും പിന്നീട് അറസ്റ്റിലായി. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ആദ്യ കൊക്കൈൻ കേസ് എന്നതായിരുന്നു ഏറെ വാർത്താ പ്രാധാന്യം നേടിയ ഈ കേസിന്റെ മറ്റൊരു പ്രത്യേകത. എന്നാൽ കേസിൽ എല്ലാ പ്രതികളെയും കഴിഞ്ഞ ഫെബ്രുവരി 11 എറണാകുളം അഡീഷണൽ സെഷൻ കോടതി വെറുതെ വിട്ടു. അന്വേഷണത്തിൽ പോലീസിനും കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷനും ഉണ്ടായ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു കോടതി വിധി. അന്വേഷണ നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും പിടിച്ചെടുത്ത ലഹരി മരുന്നിന്റെ ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. വനിതകളെ പരിശോധിക്കുമ്പോൾ ഗസറ്റഡ് റാങ്കിലുള്ള വനിതാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കണമെന്നാണ് നിയമം. എന്നാൽ ഈ കേസിൽ അത് പാലിക്കപ്പെട്ടിട്ടില്ല. സ്ഥലത്തുണ്ടായിരുന്നത് ഗസറ്റഡ് റാങ്കുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. റെയ്ഡ് നടത്തിയവരുടെയും പിന്നീട് സ്ഥലത്തെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ മൊഴികളിലെ വൈരുദ്ധ്യം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. പിടിച്ചെടുത്ത കൊക്കൈനിലെ ക്ലോറൈഡ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കൃത്യമായി വേർതിരിച്ച് ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധന നടത്തിയില്ല. ഫ്ളാറ്റിലെ പരിശോധനയിൽ പോലീസ് കണ്ടെടുത്ത പല വസ്തുക്കളും സെർച്ച് മെമ്മോയിൽ രേഖപ്പെടുത്തിയില്ല എന്നും കോടതി വിധിയിൽ വിമർശനമുണ്ടായി. ഒടുവിൽ പ്രതികളെ വെറുതെ വിട്ട വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ് പ്രോസിക്യൂഷൻ. ഹൈക്കോടതിയിലാണ് അപ്പീൽ നൽകുക. ലഹരി കേസുകളിൽ പ്രതികളെ വിചാരണ കോടതി വെറുതെ വിട്ടാൽ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകാറുണ്ട്. ഈ കേസിലും അതേ നടപടിയിലേക്കാണ് പ്രോസിക്യൂഷൻ നീങ്ങുന്നത്. സംസ്ഥാനത്തെ ആദ്യ കൊക്കൈൻ കേസിൽ പരാജയം നേരിടേണ്ടി വന്നത് പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉത്തരവ് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും അപ്പീൽ നൽകുന്നതിൽ പ്രോസിക്യൂഷൻ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന ഷൈനിന്റെ കുടുംബം. താരസംഘടനയായ അമ്മയ്ക്ക് ഉടൻ മറുപടി നൽകും. തിങ്കളാഴ്ച ICCക്ക് മുൻപിൽ ഷൈൻ ഹാജരാകുമെന്നും പിതാവ് ചാക്കോ പറഞ്ഞു. എന്നാൽ അതേസമയം ഷൈനെതിരെ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് സിനിമാ സംഘടനകൾ. ഷൈൻ ടോം ചാക്കോയെ താൽക്കാലികമായി സിനിമകളിൽ നിന്ന് മാറ്റി നിർത്താനാണ് സിനിമാ സംഘടനകളുടെ നീക്കം. ഫിലിം ചേംബറിനും താരസംഘടനയായ അമ്മയ്ക്കുമാണ് നടി വിൻസി അലോഷ്യസ് പരാതി നൽകിയത്. അന്വേഷണത്തോട് ഷൈൻ സഹകരിക്കുമെന്ന് പിതാവ് CP ചാക്കോ. സൂത്രവാക്യം സിനിമയുടെ ICCക്ക് മുന്നിൽ തിങ്കളാഴ്ച ഹാജരാകും. പരാതിയുടെ ഗൗരവം കണക്കിലെടുത്ത് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനാണ് സിനിമാ സംഘടനകളുടെ തീരുമാനം. താൽക്കാലികമായി സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയേക്കും. പുതിയ പ്രോജക്റ്റുകൾ കമ്മിറ്റ് ചെയ്യാനാവില്ല. തിങ്കളാഴ്ച ചേരുന്ന ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമുണ്ടാകും. മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ പരാതി റിട്ടേൺ കൊടുത്തിട്ടില്ലെങ്കിലും ആ പരാതി ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച സാഹചര്യത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം തിങ്കളാഴ്ച 3 മണിക്ക് ചേംബർ ഹാളിൽ വെച്ച് വിളിച്ചിട്ടുണ്ട്. ഈ കാര്യം ചർച്ച ചെയ്യും. അതിനകത്ത് യാതൊരു വിധത്തിലും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. ശിക്ഷണ നടപടികൾ, അതായത് മാറ്റി നിർത്തൽ ഉൾപ്പെടെ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. ഷൈന്റെ മറുപടിക്കായി കാത്തിരിക്കുകയാണ് താരസംഘടനയായ അമ്മ. വിശദീകരണം ലഭിച്ചാൽ എത്രയും വേഗം നടപടി ഉണ്ടാകുമെന്ന് അഡ്ഹോക് കമ്മിറ്റി അംഗം വിനു മോഹൻ പറഞ്ഞു. നമ്മളിപ്പോൾ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഷൈനെ റീച്ച് ചെയ്യാൻ നമുക്ക് കിട്ടിയിട്ടില്ല. ഫോണിൽ അങ്ങനെ ഒരു അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടില്ല. സംസാരിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇൻഷോട് നമ്മൾ സംസാരിച്ചിരുന്നു, കാര്യങ്ങൾ എല്ലാം സംസാരിച്ചിരുന്നു. അപ്പം ഇതെന്തായാലും ഈ ഒരു അടുത്ത സാറ്റർഡേ സൺഡേ കഴിഞ്ഞ ഒരു അടുത്ത തിങ്കളാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ആ വിശദീകരണം കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആഭ്യന്തര പരാതി പരിഹാര സെൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ 1 വർഷം വരെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താനാകും. സർക്കാർ ഉൾപ്പെടെ കടുത്ത നടപടികളിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് കുരുക്കുമുറുകുകയാണ്. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ ഗൃഹനാഥനെ വെട്ടിക്കൊന്നു. കടമ്പഴിപ്പുറം സ്വദേശിയായ രാമദാസാണ് മരിച്ചത്. ബന്ധുവായ കണ്ണമംഗലം സ്വദേശി ഷൺമുഖനാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ കസ്റ്റഡിയിലുമുണ്ട്. ഷൺമുഖന്റെ അമ്പലപ്പാറ കണ്ണമംഗലത്തെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം നടന്നത്.
പാലക്കാട് ഒറ്റപ്പാലം അമ്പലപ്പാറയിലാണ് നാടിനെ നടുക്കിയ കൊലപാതകം. കടമ്പഴിപ്പുറം സ്വദേശി 54-കാരനായ രാമദാസാണ് കൊല്ലപ്പെട്ടത്. ഇരുകാലുകൾക്കും വെട്ടേറ്റ നിലയിൽ കണ്ടെത്തിയ രാമദാസിനെ ആദ്യം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബന്ധുവായ കണ്ണമംഗലം സ്വദേശി ഷൺമുഖനാണ് വെട്ടിയതെന്ന് പോലീസ് പറഞ്ഞു. ഷൺമുഖന്റെ അമ്പലപ്പാറ കണ്ണമംഗലത്തെ വീട്ടിൽ വെച്ചാണ് സംഭവം. ഇയാളെ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു. ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ലെന്ന് പോലീസ് പറഞ്ഞു. ബന്ധുക്കളാണെങ്കിലും ഇവർ തമ്മിൽ മുൻവൈരാഗ്യമുണ്ടോ എന്നാണ് അന്വേഷണം. സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നതായും പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. കോട്ടയം മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോളുടെയും മക്കളുടെയും ആത്മഹത്യയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ജിസ്മോൾ നിറത്തിന്റെ പേരിൽ പോലും ഭർത്താവിന്റെ വീട്ടിൽ മാനസിക പീഡനം നേരിട്ടിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചു. പലതവണ ജിസ്മോളെ ഭർത്തൃ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നുവെന്നും സഹോദരൻ പറഞ്ഞു. സംഭവത്തിൽ ജിസ്മോളുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഗാർഹിക പീഡനം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതി നൽകിയത്. പീഡനങ്ങൾ സംബന്ധിച്ച് ജിസ്മോളുടെ അച്ഛനും സഹോദരനും ഏറ്റുമാനൂർ പോലീസിൽ മൊഴി നൽകിയിട്ടുമുണ്ട്. 3 പേരുടെയും സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 3-ന് ചെറുകര പള്ളിയിൽ നടക്കും. ഉമ്മയുടെ സഹോദരിമാർക്ക് അവർ ഇത്ര വെച്ച് കൊടുത്തിട്ടുണ്ട്, അത്ര ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ചേച്ചിയുടെ കളറിൻ്റെ പേര് പറഞ്ഞ് കുറേ നേരം ആക്ഷേപിച്ചിട്ടുണ്ട് അമ്മായിമ്മ. പിന്നെ സഹോദരിമാരെല്ലാം നല്ല രീതിയിൽ ഉപദ്രവം ഉണ്ടായിരുന്നു. നിരന്തരമുള്ള ഗാർഹിക പീഡനമാണ് ജിസ്മോളെയും മക്കളായ നേഹ, നോറ എന്നിവരെയും മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നാണ് കുടുംബത്തിന്റെ പരാതി. സ്ത്രീധനത്തിന്റെ പേരിലടക്കം നിരന്തരം അപമാനിച്ചു. ശാരീരിക പീഡനവും ഏൽക്കേണ്ടി വന്നു. മരണം ആത്മഹത്യ തന്നെയാണോ എന്ന് പരിശോധിക്കണമെന്നും കുടുംബം പോലീസിനോട് ആവശ്യപ്പെട്ടു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കോവിഡിൻ്റെ 2019 കോവിഡ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് UK മൂത്ത സഹോദരി കെയർ വിസയ്ക്ക് പോയി. ആ മൂത്ത സഹോദരി ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ പുള്ളിക്കാരി കെയറായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് വരെ പുള്ളിക്കാരിയെ കെട്ടിച്ചു വിട്ടിരുന്നത് അറുന്നൂറ്റിമംഗലത്താണ്. അറുന്നൂറ്റിമംഗലത്ത് അവിടെ കെട്ടിച്ചു വിട്ട വീട്ടിൽ പുള്ളിക്കാരി പോകത്തില്ല. പുള്ളിക്കാരി ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുമായിരുന്നു. അവിടെ നിന്ന് പുള്ളിക്കാരിയും അമ്മായിമ്മയൊക്കെ നല്ല രീതിയിൽ ചേച്ചിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് ഏറ്റുമാനൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. കുടുംബത്തിന്റെ മൊഴി പരിശോധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് FIR-ൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കാനാണ് പോലീസിന്റെ തീരുമാനം. പാലാ, ചെറുകര, പൈങ്ങുളം സെന്റ് മേരീസ് ജ്ഞാനായ പള്ളിയിൽ സംസ്കാരം നടത്താൻ തീരുമാനിച്ചു. നീരിക്കാടുള്ള ഭർത്താവിന്റെ ഇടവക പള്ളിയുടെ പാരിഷ് ഹാളിൽ 1 മണിക്കൂർ പൊതുദർശനത്തിനും ജിസ്മോളുടെ കുടുംബം അനുമതി നൽകിയിട്ടുണ്ട്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കഞ്ചാവ് വിൽപ്പനയ്ക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ട സഹോദരങ്ങൾക്ക് ലഹരി മാഫിയയുടെ ആക്രമണം. കാട്ടായിക്കോണം സ്വദേശി രതീഷിനെ വെട്ടിയ സംഘം സഹോദരൻ രജനീഷിനെയും ക്രൂരമായി മർദ്ദിച്ചു. പ്രായപൂർത്തിയാകാത്തയാൾ ഉൾപ്പെടെ 8 പേർക്കെതിരെ പോത്തൻകോട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസിൽ നിന്നാണ് പ്രതികൾക്ക് വിവരം ചോർന്നു കിട്ടിയതെന്ന ഗുരുതരാരോപണവും ഉയർന്നിട്ടുണ്ട്. വ്യാഴാഴ്ച ഉച്ചയ്ക്കായിരുന്നു രജനീഷിനെതിരെ ആദ്യം ആക്രമണമുണ്ടായത്. വാഹനം തടഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും രജനീഷ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പോത്തൻകോട് പോലീസിലെത്തി പരാതിയും നൽകി. എന്നാൽ പോലീസ് ഇത് കാര്യമാക്കിയില്ല. തുടർന്ന് വൈകിട്ട് ഇവരുടെ ഫാമിലെത്തിയ സംഘം രജനീഷിനെയും സഹോദരനെയും ആക്രമിക്കുകയായിരുന്നു. വാളുകൊണ്ടുള്ള ആക്രമണത്തിൽ രതീഷിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. തടയാൻ ശ്രമിച്ചപ്പോൾ കൈക്കും വെട്ടേറ്റു. രജനീഷിനെ മൺവെട്ടിയും കല്ലും കൊണ്ടാണ് ആക്രമിച്ചത്. പ്രതികൾ കഞ്ചാവ് വിൽക്കുന്ന വിവരം പോലീസിൽ അറിയിച്ചതിലുള്ള പ്രതികാരമാണ് ആക്രമണത്തിന് കാരണമായത്. നമ്മാട്ടി കൊണ്ടും വടിവാൾ ഉപയോഗിച്ച് നമ്മൾ ആക്രമിക്കുകയായിരുന്നു. അവിടുന്ന് പിന്നെ പോലീസിനെ വിളിച്ചു പറഞ്ഞ് പോലീസ് വന്ന് ആണ് പിന്നെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ തുടങ്ങിയത്. നമ്മൾ കന്യാകുമാരി ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്ന് നേരെ ആ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഒരു ആംബുലൻസ് വിളിച്ച് പിന്നെ അവിടെ നിന്ന് നേരെ മെഡിക്കൽ കോളേജിലോട്ട് പോയി. അവിടെ നിന്നാണ്
ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് രാത്രി 12 മണിയോടുകൂടി പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നത്. വന്നപ്പോഴത്തേക്ക് അവിടെ SI ഇല്ല, സർക്കിളില്ല, FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. പിന്നെ മംഗലാപുരം CA വന്നിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞ് FIR ഇടിയിക്കുന്നത്. ആദ്യം കന്യാകുളങ്ങര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാക്കളെ പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അക്രമി സംഘം അവിടെയും എത്തി. മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും രക്ഷപ്പെട്ടു. പരാതിയുടെ ആദ്യഘട്ടം മുതൽ പോത്തൻകോട് പോലീസ് ഗുരുതര വീഴ്ച വരുത്തിയെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം ഇളമാട് CPM പ്രാദേശിക നേതാക്കൾ നടുറോഡിൽ തമ്മിലടിച്ചതും ക്ഷേത്രോത്സവത്തിലെ സംഘർഷത്തിന്റെ തുടർച്ച തന്നെയായിരുന്നു. CPM ലോക്കൽ കമ്മിറ്റി അംഗവും ബ്രാഞ്ച് സെക്രട്ടറിയും തമ്മിലടിച്ചത് പാർട്ടിക്കേറെ അവമതിപ്പാണ് വരുത്തിവച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം 26-നായിരുന്നു ഇരുവരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നത്. ദൃശ്യങ്ങൾ നവമാധ്യമത്തിലൂടെ പ്രചരിച്ചതോടെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും ഇരുവരെയും പാർട്ടി മാറ്റി നിർത്തിയിട്ടുമുണ്ട്. ഇളമാട് പുള്ളൂണി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ തുടർച്ചയായിരുന്നു നടുറോഡിലെ ഏറ്റുമുട്ടൽ. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് കൂടിയായ ലോക്കൽ കമ്മിറ്റി അംഗം നിതീഷും ഇടത്തറ ബ്രാഞ്ച് സെക്രട്ടറി രജീവും തമ്മിലാണ് സംഘർഷമുണ്ടായത്. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി കെട്ടുകാഴ്ച കടന്നു വന്നപ്പോൾ ഉത്സവ ഫ്ലോട്ട് ചിലർ തടഞ്ഞിരുന്നു. നിതീഷ് ഇടപെട്ട തർക്കത്തിൽ ഇടത്തറ ബ്രാഞ്ച് സെക്രട്ടറി രജീവും ഉൾപ്പെട്ടിരുന്നു. ഈ വിരോധം മൂലം കഴിഞ്ഞ മാസം 26-ന് ഇളമാട് ഇടപ്പണയിൽ വെച്ചാണ് വീണ്ടും സംഘർഷമുണ്ടായത്. ഇതിനു പിന്നാലെ നിതീഷ് പാർട്ടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തി. തമ്മിലടിയുടെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ഇരുവരെയും CPMന്റെ എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിവാക്കിയതായി പാർട്ടി അറിയിച്ചു. നിതീഷ് ബാലസംഘത്തിന്റെ വില്ലേജ് കൺവീനർ കൂടിയായിരുന്നു. നിതീഷിന്റെ ഭാര്യ ചിത്ര ഇളമാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ്. ലോക്കൽ കമ്മിറ്റി ചുമതലകളിൽ നിന്നും ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് നിതീഷ് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താനൊരുങ്ങി. എങ്കിലും സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് ഇതിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. തിരുവനന്തപുരം കമലേശ്വരത്തെ വാടക വീട്ടിൽ നിന്ന് AGS ഓഫീസിലെ ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ജതിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. വീട്ടിൽ കഞ്ചാവ് ചെടി വളർത്തിയതിന് പിടിയിലായ ജതിൻ കഞ്ചാവ് വിത്ത് കൊണ്ടുവന്നതാകട്ടെ രാജസ്ഥാനിൽ നിന്നും. പ്രതിയെ എക്സൈസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ആദ്യമായാണ് കഞ്ചാവ് ചെടി വളർത്തിയതെന്ന് ഇയാൾ എക്സൈസിന് മൊഴി നൽകിയിട്ടുമുണ്ട്. വീടിന്റെ ടെറസിൽ ചെടിച്ചട്ടിയിലാണ് കഞ്ചാവ് ചെടികൾ വളർത്തിയിരുന്നത്. സമീപത്തെ പുരയിടത്തിൽ കള്ള് ചെത്താനെത്തിയവരാണ് ടെറസിൽ കഞ്ചാവ് ചെടികൾ കണ്ടത്. ഇവർ എക്സൈസിനെ വിവരമറിയിക്കുകയായിരുന്നു. ജതിനിൽ നിന്ന് കഞ്ചാവ് ചെടിയുടെ വിത്തുകളും പിടിച്ചെടുത്തിരുന്നു. ഇടയ്ക്ക് കഞ്ചാവ് ഉപയോഗിക്കാറുണ്ടെന്നും രാജസ്ഥാനിൽ നിന്നാണ് വിത്തുകൾ കൊണ്ടുവന്നതെന്നുമാണ് ഇയാൾ എക്സൈസിന് നൽകിയ മൊഴി. UP, ബീഹാർ സ്വദേശികളാണ് ജതിനൊപ്പം താമസിക്കുന്നത്. ഇവർക്ക് പങ്കില്ലെന്നും താൻ ഒറ്റയ്ക്കാണ് കഞ്ചാവ് വളർത്തിയതെന്നുമാണ് ജതിൻ പറയുന്നത്. ഇത് എക്സൈസ് മുഖവിലക്കെടുത്തിട്ടില്ല. കോടതിയിൽ ഹാജരാക്കിയ ശേഷം ജതിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ഇയാളുടെ സഹപ്രവർത്തകരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എക്സൈസ് സംഘം. ന്യൂസ് 18 തിരുവനന്തപുരം. വ്യാജ ട്രേഡിംഗ് ആപ്പ് വഴി കോഴിക്കോട്ടെ ഡോക്ടർക്ക് 1.25 കോടി രൂപ നഷ്ടമായ തട്ടിപ്പിന് പിന്നിൽ കംബോഡിയൻ സംഘമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. നഷ്ടമായ തുകയിൽ 70 ലക്ഷം രൂപ ചെന്നൈയിലെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോയത്. ഈ അക്കൗണ്ട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. കോഴിക്കോട് റൂറൽ സൈബർ ക്രൈം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ്
കംബോഡിയയിൽ നിന്നുള്ള സംഘം വ്യാജ ട്രേഡിംഗ് ആപ്പ് തട്ടിപ്പിന് പിന്നിലെന്ന് കണ്ടെത്തിയത്. തട്ടിപ്പ് സംഘത്തിന്റെ കണ്ണിയിൽപ്പെട്ട ആളുകൾ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം. നഷ്ടമായ തുകയിൽ 70 ലക്ഷം രൂപ ചെന്നൈയിലെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോയതെന്ന് സൈബർ പോലീസ് കണ്ടെത്തി. മഹാരാഷ്ട്രയിലെയും പഞ്ചാബിലെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക മാറ്റിയിട്ടുണ്ടെന്ന് വ്യക്തമായി. വിശദമായ അന്വേഷണത്തിനായി പോലീസ് സംഘം ഉടൻ ചെന്നൈയിലേക്ക് പോകും. ഓൺലൈൻ ട്രേഡിംഗ് കമ്പനിയുടെ പ്രതിനിധികളെന്ന് പരിചയപ്പെടുത്തി സമൂഹ മാധ്യമം വഴിയാണ് തട്ടിപ്പ് സംഘത്തിലെ ആളുകൾ ഡോക്ടറെ പരിചയപ്പെട്ടത്. ഓഹരി വ്യാപാര നിക്ഷേപത്തെക്കുറിച്ച് ടെലഗ്രാമിലും വാട്സാപ്പിലും ക്ലാസുകൾ നൽകി. ചെറിയ തുക നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ച വലിയ ലാഭം നൽകി വിശ്വാസം ആർജിച്ചു. പിന്നാലെ വൻ തുക വിവിധ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു. 1.25 കോടി രൂപയോളം നഷ്ടമായപ്പോഴാണ് താൻ തട്ടിപ്പിനിരയായതായി ഡോക്ടർക്ക് വ്യക്തമായത്. തുടർന്ന് പരാതി നൽകുകയായിരുന്നു. കഴിഞ്ഞ ദിവസം സമാന രീതിയിൽ കൊയിലാണ്ടി സ്വദേശിയായ വീട്ടമ്മയ്ക്ക് 23 ലക്ഷം രൂപ നഷ്ടമായിരുന്നു. ഒരു മാസത്തിനിടെ കോഴിക്കോട് റൂറലിൽ മാത്രം 30-ലധികം സൈബർ തട്ടിപ്പ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തതെന്നും തട്ടിപ്പുകളിൽ ജാഗ്രത പാലിക്കണമെന്നും കോഴിക്കോട് റൂറൽ സൈബർ പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കോഴിക്കോട്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. മംഗളൂരുവിൽ സംസാരശേഷിയില്ലാത്ത യുവതിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി. പശ്ചിമബംഗാൾ സ്വദേശിനിയെയാണ് ക്രൂരമായി ഉപദ്രവിച്ചത്. സംഭവത്തിൽ 3 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഉള്ളാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നേത്രാവതി നദിക്കടുത്താണ് സംഭവം. പശ്ചിമ ബംഗാൾ സ്വദേശിനിയായ സംസാരശേഷിയില്ലാത്ത യുവതിയെ മദ്യം നൽകി അബോധാവസ്ഥയിലാക്കി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് ഓട്ടോ ഡ്രൈവർ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മംഗളൂരു മുൾക്കി സ്വദേശി ഓട്ടോ ഡ്രൈവർ പ്രഭുരാജ്, കുമ്പള സ്വദേശി മിഥുൻ, മംഗളൂരുവിലെ താമസക്കാരനായ മണി എന്നിവരാണ് അറസ്റ്റിലായത്. മുന്നൂരു ഗ്രാമത്തിനും ഉള്ളാൾ നഗരസഭയ്ക്കുമിടയിൽ കേരള കർണാടക അതിർത്തിയിലുള്ള ബൊള്ള ഹൗസിന് സമീപമാണ് അതിക്രമം നടന്നത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് പ്ലൈവുഡ് ഫാക്ടറിയിൽ 3 വർഷത്തോളം ജോലി ചെയ്തിരുന്ന യുവതി ഉപ്പള സ്വദേശിയായ ആൺ സുഹൃത്തിനൊപ്പമാണ് ജോലി തേടി മംഗളൂരുവിലെത്തിയത്. ആൺ സുഹൃത്തുമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് രാത്രിയിൽ തനിച്ചായ യുവതി സഹായത്തിനായി റിക്ഷാ ഡ്രൈവറെ സമീപിച്ചു. പിന്നീട് ഡ്രൈവർ ലഹരി നൽകി മറ്റു 2 പേരോടൊപ്പം ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. ബോധം വന്ന് ബഹളം വെച്ചതോടെ സംഘം യുവതിയെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് എത്തിയാണ് യുവതിയെ ആശുപത്രിയിലെത്തിച്ചത്. യുവതി നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായതെന്ന് മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ പറഞ്ഞു. Already the investigation is being done in this regard. We have detained these 3 people and we are doing the further investigation. As per the statement of the victim, we have registered rape case against the 3 accused and we are further investigating. ദേഹമാസകലം മുറിവേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് പിന്നിൽ കൂടുതൽ പേരുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 മംഗളൂരു. നിയമം ദുരുപയോഗം ചെയ്ത് വ്യാജ പീഡന പരാതികൾ നൽകുന്നവരും നമുക്ക് ചുറ്റും കുറവല്ല. വ്യാജ പീഡനമെന്ന് പരാതിക്കാരി തന്നെ വെളിപ്പെടുത്തിയതോടെ ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് കോട്ടയം ആയാംകുടി സ്വദേശി ജോമോൻ. കോടതിയിൽ സത്യം പറഞ്ഞതിന് പിന്നാലെ യുവതി പള്ളിയിലുമെത്തി പരസ്യമായി തെറ്റേറ്റു പറഞ്ഞു. പാരാമെഡിക്കൽ സ്ഥാപനമുടമയായിരുന്ന ജോമോൻ ഈ കേസിൽ 2017 1 മാസത്തോളമാണ് ജയിലിൽ കിടന്നത്. 7 വർഷം നീണ്ട ദുരിത ജീവിതത്തിന് അറുതി വന്നിരിക്കുകയാണ് കോട്ടയം ആയാങ്കുടി സ്വദേശി ജോമോന്. 2017 ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവം ഉണ്ടാകുന്നത്. സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിനി തന്നെ പീഡന പരാതി നൽകുന്നു. വീട്ടിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് 1 മാസം ജയിൽവാസം. ഞാൻ 1 മാസത്തോളം കോട്ടയം ജില്ലാ ജയിലിൽ കിടക്കേണ്ടി വന്നു. ഞാൻ ശരിക്കും അതിനകത്ത് കിടന്ന് അനുഭവിച്ചു, നന്നായിട്ട് അനുഭവിച്ചു. കാരണം ഈ കുട്ടിയെ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. കുട്ടി ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. പിന്നീട് ഒരു കാലത്ത് ഈ കേസിന് ശേഷം ഞാൻ ഈ കേസ് കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നു. അത് വൈക്കം കോടതിയിൽ നിന്ന് പിന്നെ കോട്ടയം
ജില്ലാ കോടതിയിലേക്ക് കേസ് മാറ്റുന്നു. എനിക്ക് ജാമ്യം കിട്ടുന്നു. 1 മാസത്തിന് ശേഷം ജാമ്യം കിട്ടുന്നു. ജോമോൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വർഷങ്ങൾക്ക് ശേഷം സുഹൃത്തുക്കളോടാണ് പെൺകുട്ടി പറഞ്ഞത്. സുഹൃത്തുക്കൾ നിർദ്ദേശിച്ചതോടെ കോടതിയിലും മൊഴി മാറ്റി. പിന്നീട് പള്ളിയിലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു. ആത്മഹത്യയെക്കുറിച്ച് പലതവണ ചിന്തിച്ചു. കുറ്റവാളിയായി മരിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് വീണ്ടും ജീവിച്ചത്. പക്ഷെ ഒരിക്കൽ പോലീസ് അറസ്റ്റ് ചെയ്താൽ പിന്നെ എന്നും കുറ്റവാളിയായി കാണുന്ന മനുഷ്യർ ഇപ്പോഴും സമൂഹത്തിലുണ്ടെന്ന് ജോമോൻ തന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു. നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും വെറുത്തു, ഞങ്ങളെ വെറുത്തു. അതിലുപരി അവിടുന്ന് പോലീസുകാർ ഓരോ ദിവസവും ഇത് പലരുടെയും പ്രേരണയായിരുന്നു. ഇതിൻ്റെ പിന്നിൽ വീട് വന്ന് റെയ്ഡ് ചെയ്യുന്നു, സ്ഥാപനം റെയ്ഡ് ചെയ്യുന്നു. പിങ്ക് പോലീസ് വന്ന് ഓരോ കുട്ടികളെയും ഓരോരുത്തരെ വിളിച്ചു ചോദിക്കുന്നു. കുട്ടികളെല്ലാം പറയുന്നു സാർ അങ്ങനെ ചെയ്യാലെന്ന് പറയുന്നു. എന്നിട്ടും അവർ പല കുട്ടികളുടെ വീടുകളിൽ പോകുന്നു. അങ്ങനെ ഇത് വലിയൊരു വിവാദമായിട്ട് ആക്കിയേക്കുമായിരുന്നു. അതോടുകൂടി ജനങ്ങളുടെ ഇടയിലെല്ലാം നമ്മളെക്കുറിച്ചുള്ള മതിപ്പുകളും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. പ്രതിസന്ധി കാലത്ത് ഭാര്യയും കുടുംബവും ഒപ്പം നിന്നതാണ് ജീവിതത്തിൽ ജോമോന് ആശ്വാസമായത്. സ്ഥാപനത്തിലെ തർക്കങ്ങളാണ് പിന്നീട് പ്രതികാരത്തിലേക്ക് എത്തിച്ചതെന്ന് ജോമോൻ വിശ്വസിക്കുന്നു. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കോഴിക്കോട് ഫാറൂഖിൽ പാലത്തിൽ നിന്ന് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ യുവാവിനെ പിന്തിരിപ്പിച്ച് പോലീസ്. തിരുവരങ്ങാടി സ്വദേശിയായ 24-കാരനാണ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ജീവനൊടുക്കാനൊരുങ്ങിയത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു നാടകീയ സംഭവങ്ങൾ. താൻ മരിക്കാൻ പോകുന്നതായി പോലീസ് കൺട്രോൾ റൂമിലേക്കാണ് യുവാവിന്റെ ഫോൺ വിളിയെത്തിയത്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഫാറൂഖ് പുതിയ പാലത്തിൽ യുവാവുണ്ടെന്ന് കണ്ടെത്തി. മാറാട് ഇൻസ്പെക്ടർ ബെന്നി ലാലു പോലീസ് സംഘവും സ്ഥലത്തെത്തിയപ്പോൾ പുഴയിലേക്ക് ചാടാൻ ഒരുങ്ങി നിൽക്കുന്ന യുവാവിനെയാണ് കണ്ടത്. അനുനയനത്തിന്റെ ഭാഷയിൽ പോലീസ് യുവാവുമായി സംസാരിച്ചു തുടങ്ങി. എന്തു പ്രശ്നമുണ്ടെങ്കിലും പരിഹരിക്കാൻ ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പ്. സംസാരത്തിനൊടുവിൽ ഉദ്യോഗസ്ഥൻ നയത്തിൽ അടുത്തെത്തിയതോടെ കൈപിടിച്ച് താഴേക്ക്. തിരൂരങ്ങാടി സ്വദേശിയായ 24-കാരനാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ സംയോജിത ഇടപെടലിൽ ജീവിതം തിരിച്ചു കിട്ടിയത്. വിവാഹിതനാണ് യുവാവ്. കുടുംബ പ്രശ്നങ്ങളാണ് ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. ന്യൂസ് 18 കോഴിക്കോട്. മലപ്പുറം താനൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ കുട്ടിയുടെ സ്വർണ്ണമാല മോഷ്ടിച്ച സ്ത്രീകൾ താനൂർ പോലീസിന്റെ പിടിയിൽ. തമിഴ്നാട് സ്വദേശിനികളാണ് പിടിയിലായത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത്. തമിഴ്നാട് സ്വദേശികളായ മഞ്ജസ്, ദീപിക എന്നിവരെയാണ് താനൂർ ഡിവൈഎസ്പി പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. മാർച്ച് 20-നാണ് താനൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ 1 പവൻ തൂക്കം വരുന്ന മാല പൊട്ടിച്ചെടുത്തത്. എടകടപ്പുറം സ്വദേശിയായ സ്ത്രീ താനൂർ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. ആശുപത്രിയിലെത്തി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. ദൃശ്യങ്ങളിലുള്ളവരുമായി സാമ്യം തോന്നിയ തമിഴ്നാട് സ്വദേശികളായ നിരവധി സ്ത്രീകളെ പോലീസ് നിരീക്ഷിച്ചു. തുടർന്നാണ് 2 പേരെ പിടികൂടിയത്. പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്ത് മഞ്ചേരി ജയിലിലേക്ക് അയച്ചു. ന്യൂസ് 18 തിരൂർ. മൂവാറ്റുപുഴ ആലിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ മോഷണം. നിരവധി കേസുകളിൽ പ്രതിയായ മോഷ്ടാവ് മണിക്കൂറുകൾക്കുള്ളിൽ മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിലായി. മൂവാറ്റുപുഴ പേഴേക്കാപ്പിള്ളി സ്വദേശി കുരിശ് ജലീൽ എന്ന വീരാൻ കുഞ്ഞിനെയാണ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചു.
മൂവാറ്റുപുഴ പേഴൈക്കാപ്പള്ളി സ്വദേശി കുരിശ് ജലീൽ എന്ന വീരാൻ കുഞ്ഞിനെയാണ് അറസ്റ്റ് ചെയ്തത്. ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ വ്യാഴാഴ്ച വെളുപ്പിന് പ്രധാന അധ്യാപികയുടെ മുറി കുത്തിത്തുറക്കുകയും ക്യാമറ കേടുവരുത്തുകയും മോണിറ്റർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷ്ടിക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ്. മോണിറ്റർ സ്കൂൾ കോമ്പൗണ്ടിലെ കിണറ്റിൽ വലിച്ചെറിഞ്ഞിരുന്നു. പിക്കാസ് ഉപയോഗിച്ചാണ് മുറിയുടെ പൂട്ട് തകർത്തത്. ഓഫീസിൽ നിന്നും 1000-ഓളം രൂപയും നഷ്ടമായിരുന്നു. പ്രതിയുമായി പോലീസ് സംഘം സ്കൂളിലെത്തി തെളിവെടുപ്പ് നടത്തി. കിണറ്റിൽ ഉപേക്ഷിച്ച മോണിറ്റർ മൂവാറ്റുപുഴ അസിസ്റ്റന്റ് ഫയർ ഓഫീസർ മുഹമ്മദ് ഇക്ബാലിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘം മുങ്ങിയെടുത്തു. സ്കൂളിൽ ഇതിനു മുൻപും ഒന്നിലധികം തവണ മോഷണം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോതമംഗലം, അങ്കമാലി, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലും മോഷണം നടത്തിയതായി പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. പാലക്കാട് നോർത്ത്, പാലക്കാട് സൗത്ത്, ചിറ്റൂർ, കോങ്ങാട്, മഞ്ചേരി, തൃശൂർ ഈസ്റ്റ്, കളമശ്ശേരി എന്നിവിടങ്ങളിലും ഇയാൾക്കെതിരെ മോഷണ കേസുകൾ നിലവിലുണ്ട്. ന്യൂസ് 18 കോതമംഗലം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. കിളിമാനൂർ, നഗരൂർ, വെള്ളലൂരിൽ 13-കാരനെ മൃഗീയമായി മർദ്ദിച്ച സംഭവത്തിൽ മുത്തച്ഛൻ അറസ്റ്റിൽ. അറസ്റ്റിലായത് വെള്ളലൂർ സ്വദേശി ബാബു. നെയ്യാറ്റിൻകര ഓലത്താണിയിൽ വീട് കുത്തിത്തുറന്ന് മോഷണം. നാരായൺകുഴി സ്വദേശി സുരേഷ് കുമാറിന്റെ വീട്ടിൽ നിന്ന് നഷ്ടമായത് 9 പവൻ സ്വർണവും 5000 രൂപയും. കൊല്ലം കരുനാഗപ്പള്ളിയിൽ വ്യാജരേഖകളുമായി ബംഗ്ലാദേശ് പൗരൻ അറസ്റ്റിൽ. മുഹമ്മദ് അൽ അമീൻ ഇസ്ലാമാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. കൊല്ലത്ത് വിദ്യാർത്ഥികൾക്ക് ലഹരി മരുന്ന് വിതരണം നടത്തിയ യുവാവ് അറസ്റ്റിൽ. വാടി പഴയ പള്ളിപ്പുരയിടത്തിൽ നിധിനാണ് വെസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. പൊന്നാനിയിൽ കോഴിക്കടയുടെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയ യുവാവ് പിടിയിൽ. 14 ഗ്രാം MDMA-യുമായി പിടിയിലായത് പൊന്നാനി സ്വദേശി ഫൈസൽ. മലപ്പുറം അരീക്കോട് 1 കിലോ കഞ്ചാവും കഞ്ചാവ് ചെടികളുമായി അസം സ്വദേശി പിടിയിൽ. നാഗോൺ സ്വദേശി മുഹമ്മദ് ഹനീഫയാണ് പോലീസിന്റെ പിടിയിലായത്. മാനസിക ബുദ്ധിമുട്ടുകളുള്ള യുവതിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ ഒരാൾ കൊല്ലത്ത് അറസ്റ്റിൽ. ശക്തികുളങ്ങര സ്വദേശി യേശുദാസനാണ് അറസ്റ്റിലായത്. പുലർച്ചെ യുവതിയുടെ വീട്ടിൽ കയറിയായിരുന്നു അതിക്രമം. യുവതിയുടെ അമ്മ ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടി യേശുദാസനെ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമം അടക്കമുള്ള വകുപ്പുകൾ പ്രതിക്ക് എതിരെ ചുമത്തി. ഇത്തരം ക്രൂരത കാട്ടുന്നവർക്ക് കടുത്ത ശിക്ഷ തന്നെ ഉറപ്പാക്കണം. ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.